السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. നമുക്കിപ്പോൾ എത്ര ക്ലാസ് കഴിഞ്ഞ്? 3 ക്ലാസ്സോ? നാലാമത്തെ ക്ലാസ്സാണ് അല്ലേ? ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിഅ ഇൽം പ്രദാനം ചെയ്യട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിൽ അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന അടിമകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ മസായിലുൽ ആബാർ, കിണറുകളിൽ വീഴുന്ന കാഷ്ടം, ജീവികൾ, രക്തം തുടങ്ങിയ സാധനങ്ങൾ കിണറ്റിൽ വീണാൽ, കുളത്തിൽ വീണാൽ അതിൻ്റെ ഹുക്മിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു, തുൻസഹുൽ ബീറു സഗീറത്തു ബിഖുവി നജാസത്തിൻ വൈൻ കല്ലത്ത് മിൻ ഗൈരിൽ റവാസി. ചെറിയ കിണർ അഥവാ ചെറിയ കുറഞ്ഞ വെള്ളത്തിൽ റൗസല്ലാത്ത നജസ് വീണാൽ, കാഷ്ടം അല്ലാത്ത നജസ് വീണാൽ ആ കിണറിലെ വെള്ളം മുക്കി ഒഴിവാക്കണം. ഉദാഹരണം രക്തം, കള്ള് ഒക്കെ. അതുപോലെ തന്നെ പന്നി വീണാലും അത് അതിന് നജസ് ആയതുകൊണ്ട് പന്നി വീണു എന്നാലും പന്നി വീണാൽ മതി. അതിപ്പോൾ താഴെ പറയുന്നതൊന്നുമില്ല, ജീവൻ ഉണ്ടാവുക ജീവനില്ലാതെ ഒന്നും ഓട്ടല്ല. പന്നി വീണാൽ അത് അതിന് നജസായതുകൊണ്ട് ആ കിണറ്റിലെ വെള്ളം ഒഴിവാക്കണം. അല്ലെങ്കിൽ നായ വീണ് ചത്താൽ എന്ത് ചെയ്യണം? നായ വീണ്, പന്നി വീണാലല്ല, പന്നി വീണാൽ തന്നെ കിണർ, നായ വീണ് ചത്താൽ അവിടെ അടുത്തത്, നായ വീണു ചത്തിട്ടൊന്നുമില്ലെങ്കിൽ അതിൻ്റെ വായ വെള്ളത്തിൽ മുക്കിയിട്ടില്ലെങ്കിൽ വായ ഇങ്ങനെ തലയിൽ പിടിച്ചൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, തല ഉയർത്തി പിടിച്ചൊക്കെയാണെങ്കിൽ നജസാവില്ല. അല്ലെങ്കിൽ ഒരു ആടോ മനുഷ്യനോ വെള്ളത്തിൽ വീണ് ജീവൻ പോയാൽ അവിടെയും ആ കുറഞ്ഞ വെള്ളം മുക്കി ഒഴിവാക്കണം. അതുപോലെ ഒരു ജീവി ചത്ത് പൊന്തിയാൽ, ഇന്തിഫാഖ്, വീർത്ത് പൊട്ടി അറിയില്ല, ഇന്തിഫാഖ് ചത്തിട്ട് പൊന്തിയാൽ എന്താവും? നജസ് ഒന്നായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യും? പരക്കുമല്ലോ. അപ്പോഴും പ്രശ്നമാണ്. ഇന്തിഫാഖ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥമാണ് തോലൊക്കെ പൊടിയ അല്ലെങ്കിൽ വീർത്ത് പൊങ്ങുക. അതുപോലെ തന്നെ 200 തൊട്ടി വെള്ളം ഒഴിവാക്കിയാൽ മതിയാകും, കോരാൻ കഴിയില്ലെങ്കിൽ എന്നും പറഞ്ഞു. കോരാൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ചത്താൽ പോലും. ഇനി കോഴിയോ പൂച്ചയോ അതുപോലെയുള്ള, അതെ അത് പറഞ്ഞല്ലോ, കോരണം എന്ന് പറഞ്ഞല്ലോ. ഇന്തിഫാഖ് ആവാൻ ഏതൊരു ജീവിയും ചത്ത് പൊന്തിയാലെന്തായി? ദുർഗന്ധം വരുമല്ലോ. നജസ് എല്ലായിടത്തേക്കും എന്ത് ചെയ്യും? വെറുത്ത് പൊട്ടുന്ന രീതി അവസ്ഥ വരുമല്ലോ. അത് കോരാൻ സാധ്യമല്ലെങ്കിൽ 20 തൊട്ടിന്നാണ്. ഈ കിണറ്റിൽ ഈ കോഴിയോ പൂച്ചയോ ഒക്കെ വീണാൽ ചുരുങ്ങിയത് എന്ത് ചെയ്യണം? 40 തൊട്ടിയെങ്കിലും കോരണം. എത്ര ആദ്യം കോരണം എന്ന് പറഞ്ഞു, കിണറ്റിലെ വെള്ളം കോരി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. കോരണം എന്ന് പറഞ്ഞു, എത്ര കോരണം? അതാണ് പിന്നത്തെ ചർച്ച. 200 തൊട്ടി ആണ്. കോരി മൊത്തം ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ കോഴിയോ പൂച്ചയൊക്കെ ചത്താലോ 40 തൊട്ടി കോരും വേണം. എലി ചത്താൽ നസുഹു 20 തരുവാൻ 20 തൊട്ടി കോരൽ നിർബന്ധമാണ്. ഒക്കാണ് താലിക്ക് തഹാറത്തൽ ബീരി വദ്ദരിവ ഇഷായി വേദിൽ മുസ്തസ്. ഓടെ വലാ തഞ്ചുസുൽ ബിറു ബിൽ ബൈരീൻ.
നേരത്തെ നമ്മൾ കാഷ്ടം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടകത്തിൻ്റെ വിസർജ്യത്തിനാണ് ബയറ് എന്ന് പറയാം. അത് കിണറ്റിലായിട്ട് നേസാവൂല. ബയറ് ഒട്ടകം ആടിൻ്റെ ഒക്കെ കാഷ്ടത്തിനാണ് ബയറ് എന്ന് പറയാം. റൗസ് കുതിര, കഴുത, കോവർ കഴുത ഇതിൻ്റെയൊക്കെ കാഷ്ടത്തിനാണ് റൗസ് എന്ന് അറബിയിൽ പറയാം. വൽ ഹിസിയ് പശുവിൻ്റെ ചാണത്തിനാണ് ഹിസിയ് എന്ന് പറയാം. ഇതൊന്നും വെള്ളത്തിലായി നിരത്തിയിട്ട് എന്താവില്ല, വെള്ളം നജസാവൂല. അതാണ് നമ്മൾ തുടക്കത്ത് പറഞ്ഞത്. കാഷ്ടമല്ലാത്ത നജസ് വീണാൽ ചെറിയ കുറഞ്ഞ കുഞ്ഞത്ത് വെള്ളമാണെങ്കിൽ ആ കിണറ്റിലെ വെള്ളം കോരി ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ കാഷ്ടം നജസല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ ഹനഫി മതപരം മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മളെ മതബിലുണ്ട് തിന്നാൻ പറ്റുന്ന ജീവികളുടെ കാഷ്ടമൊന്നും നജസല്ല എന്ന് പറയുന്ന ഇമാം മുസ്തഖ്രി ഇമാമാണ്. അങ്ങനെ രണ്ട് ആൾക്കാർ ഫത്തുൽ മീൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളത്തിലൊക്കെ എന്ത് ചെയ്യും, ഈ പശുക്കളൊക്കെ ഇറക്കും. അല്ലെങ്കിൽ പലയിടത്തും ഉണ്ടാവും, ബക്കറ്റിലൊക്കെ ഉണ്ടാവും പശുവിൻ്റെ കാഷ്ടം മറ്റൊക്കെ. ധാരാളമുണ്ട് എന്നത് നോക്കുന്ന ആൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഒഴികെ ആ കാഷ്ടം കുറച്ചൊന്നുമല്ല. യസ്തക്സിറഹുന്നാദിറു നോക്കുന്ന ആൾക്ക് ഒരുപാടുണ്ട് എന്ന് തോന്നിയാൽ ഒഴികെ അപ്പം പിന്നെ നജസാവും. രണ്ടാമത്തത്, ഏത് ബക്കറ്റിൽ വെള്ളം എടുത്താലും അതിലൊക്കെ കാഷ്ടം കാണുന്നൊരു സാഹചര്യം വന്നു, അപ്പോഴും നജസാവും. ഔ അൻലാ യഖ്ലുവ ദൽവുൻ അൻ ബാറത്തിൻ ഓരോ തൊട്ടിയും ബക്കറ്റും കാഷ്ടത്തെത്തോട് ഒഴിവാകാതിരിക്കുക, എന്നാലും ഒഴിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നിക്കെ ധാരാളം ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുക. അതല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം വെക്കുമ്പോൾ ഓരോ കോരിയിലും ഇങ്ങനെ ഓരോ കഷ്ടം ഇങ്ങനെ കിട്ടുന്നൊരു സാഹചര്യം വരിക. അങ്ങനെ ആവുമ്പോൾ നജസാവും. അല്ലാത്ത സാഹചര്യത്തിലൊന്നും പശു, ആടോ, മൂരിയോ ഒന്നും വെള്ളത്തിൽ കാഷ്ടിച്ചാൽ നജസാവൂല. കുറഞ്ഞ വെള്ളം നജസാവൂല. വലാ യഫ്സുദുൽ മാഉ ബിഖർഇ ഹമ്മാമി ഒരു വെള്ളവും ഫാസിദാകൂല. ഖർഇ ഹമ്മാമിൻ ഒരു പ്രാവ് കാഷ്ടിച്ചുകൊണ്ട്. പ്രാവ് കാഷ്ടിച്ചതിനൊന്നും വെള്ളത്തിന് കുഴപ്പമില്ല. ഷാഫി മദ്ഹബിലൊക്കെ കുഴപ്പമാണല്ലോ, വല്ലാതെ മുസീബത്തും വലാവുണ്ടെങ്കിൽ ഒഴികെ. അപ്പോൾ ഹമ്മാം എന്ത് ചെയ്തു? ഖറ എന്ന വാക്കിനർത്ഥം കാഷ്ടിച്ചു എന്നാണ്. പക്ഷികളൊക്കെ കാഷ്ടിക്കുന്നതിന് ഖറ എന്ന് പറയാം. വസ്ഫൂരിൻ അതുപോലെ ഒരു കിളി കാഷ്ടിച്ചതുകൊണ്ട് നജസാകൂല. തിന്നാൻ പറ്റുന്ന ജീവി എന്നർത്ഥം. തിന്നാൻ പറ്റുന്ന ജീവി എന്നർത്ഥം. നേരത്തെ പറഞ്ഞ കോഴിയല്ലാത്ത. കോഴിയും മറ്റു മറിച്ചൊക്കെ എന്നാൽ എപ്പോഴും നജസിൽ എത്താൻ സാധ്യത കൂടുതലാണല്ലോ. കോഴിയും താറാവൊന്നും പെടില്ല. അല്ലാത്ത മാംസം തിന്നാൻ പറ്റുന്ന ഏത് ജീവിയും വെള്ളത്തിൽ കാഷ്ടിച്ചാലും വെള്ളം നജസാവൂല. വലാ യഫ്സുദു വെള്ളം നജസാവൂല. ഫാസിദാവൂല പറഞ്ഞാൽ നജസാവൂല. ബിഖർഇ ഹമ്മാമിൻ വഅസ്ഫൂരിൻ വൽ ഖർഉ ബിമൗത്തി മാ ലാ ദമ ലഹു രക്തമില്ലാത്തൊരു ജീവി ചത്തു, അത് കാരണമായിട്ട് എന്ത് ചെയ്തു? കാഷ്ടിച്ചു. അതുകൊണ്ടെന്താവൂല? വെള്ളം നജസാവൂല. വെള്ളമില്ലാത്ത ഏത് സാധനമാണെങ്കിലും. ഈ കാഷ്ടിച്ച് ചത്ത് കഴിഞ്ഞാൽ എന്താവും? കാഷ്ടിക്കലും മൂത്രിക്കലൊക്കെ ഉണ്ടാവില്ല ജീവിയൊക്കെ. അതാണ് പറഞ്ഞത്. വൽ ഖർഇ ഖർഇ കൊണ്ടും വലാ ബി മൗത്തിൻ മെരിക്കൽ കൊണ്ടും. അങ്ങനെയല്ലേ? ഖർ അല്ലേ? ഞാൻ എന്താ ഈ വാർത്ത വായിച്ചു കൊടുത്തിട്ട് അയച്ചിട്ടുണ്ട്. വലാബി മൗത്തി മാ ഒരു ജീവി, മാ എന്ന് പറഞ്ഞാൽ ഹേവാൻ, ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് കൊണ്ടും
ലാദമലഹു ഒലിക്കുന്ന രക്തമല്ലാത്ത നമ്മൾ ഷാഫി മദഹ് പറഞ്ഞിട്ടുണ്ട്, അതിന് അഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബർരിയോ ബഹരിയോയ ഏത് ജീവിയായോ ഒലിക്കുന്ന രക്തമല്ലാത്ത ജീവിയാണെങ്കിൽ അത് ഒരു വെള്ളത്തിൽ ചത്താൽ എന്താവൂല, നജസാകൂല. ഇനി ഫീഹി കവിൻ മത്സ്യം പോലെ, വളിഫ്ദഇൻ തവള പോലെ, വഹവാനിലുമായി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ പോലെ, ഞണ്ട്, കടൽ നായ, നഴൽപ്പന്നി എന്നൊക്കെ പറഞ്ഞേ. വബക്കിൻ ബക്ക് പോലെ, ബക്ക് എന്ന് പറഞ്ഞാൽ ചെള്ളൊക്കെയാണ്, ചെള്ള്. വസുംബൂരിൻ വണ്ട്, വഅഖറബിൻ അതുപോലെ തന്നെ ഞണ്ട്, ഇതൊക്കെ. അഖറബ് എന്ന തേള്, ഇതിന് ഒലിക്കുന്ന രക്തമല്ലാത്ത ജീവികളാ. വവലാബി ബുഖോയി ആദമിയ്യിൻ ഒരു മനുഷ്യന് വെള്ളത്തിലേക്ക് വീഴൽ കൊണ്ടും നജസാവൂല. വമാ യുഅ്കൽ ലഹ്മുഹു മാംസം തിന്നപ്പെടുന്ന ജീവി വെള്ളത്തിൽ വീഴൽ കൊണ്ട് നജസാവൂല. പശു, മുരി, ആട് പോലെയുള്ളത് വെള്ളത്തിൽ വീണതിൽ നജസാവൂല. ഇദാ ഖറജ ഹയ്യൻ ശ്രദ്ധിക്കണം, എപ്പോ ജീവനോടുകൂടി അതിൽ നിന്ന് പുറത്തു വരികയും വലം യകുൻ അലാ ബദനിഹി നജാസത്തിന് അതിൻ്റെ ശരീരത്തിൽ നജസ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ. വലാ ബിവുഖൂഇ ബഗ്ലിൻ വഹിമാരിൻ വസിബായി ത്വയ്രിൻ വവഹ്ഷിൻ ഫിസ്സഹീഹി അതുപോലെ തന്നെ കോവർ കൈത വെള്ളത്തിൽ വീണു, ഹിമാർ കൈത വീണു, വസിബായിൻ മറ്റെന്തെങ്കിലും ത്വയ്രിൻ പക്ഷികളിൽ നിന്നുള്ള വേട്ടജീവികൾ, സിബായ് കസഖർ, ഷാഹീന്, പരുന്തൊക്കെ മാതിരിയുള്ള, വഹ്ഷിൻ അതുപോലെ തന്നെ ഒരു വഹ്ഷ് വീണു, കുരങ്ങ് അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാകും, സിംഹം, അതൊന്നും വീണ് കൊണ്ട് സൗലാഫി സഹി പ്രബലമായ പ്രായത്തിൽ. കാരണം ശരീരം ശുദ്ധിയുള്ളതാണ്, അതിന് നജസല്ല. വൈൻ വസല ലുആബുൽ വാഖീല മായി അഖദ ഹുക്മഹു വവുജൂദു ഹയവാൻ മയ്യിത്തിൻ ഫീഹാ യൻജിസുഹാ മിൻ യൗമിൻ വലൈലത്തിൻ വമുൻതഫഖിൻ മിൻ സലാസത്തി അയ്യാമിൻ വലയാലിഹാ ഇല്ലം യുഅലം വഖ്തു വുഖൂഇഹി. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം, ഇനി ഈ വീണ ജീവിയുടെ ഉമിനീര് വെള്ളത്തിലേക്ക് ചേർന്നാൽ അഹദൽ മാവ് ഹുക്മഹു, അപ്പോൾ ഉമിനീരിൻ്റെ ഹുക്കുമാണ് വെള്ളം സ്വീകരിക്കുക. ആ ഉമിനീരിൻ്റെ ഹുക്കും എന്താണോ അതാണ് വെള്ളത്തിൻ്റെയും ഹുക്കും. ചിലപ്പോൾ ശുദ്ധിയായിരിക്കും, ചിലപ്പോൾ നജസായിരിക്കും, ചിലപ്പോൾ കറാഹത്തായിരിക്കും. നജസാണെങ്കിൽ കോരി ഒഴിവാക്കണം, സംശയമാണെങ്കിലും കോരി ഒഴിവാക്കണം, നിർബന്ധമാണ്. ഇനി മക്രൂഹാണെങ്കിൽ അവിടെ ഏതാനും തൊട്ടി വെള്ളമൊക്കെ കോരിയാൽ മതി എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. മക്രൂഹായ ആണെങ്കിൽ, മക്രൂഹായ ജീവികൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മക്രൂഹ് ഹറാമ് മക്രൂഹൊക്കെ പറഞ്ഞിരുന്നല്ലോ. മക്രൂഹാണെങ്കിൽ ഏതാനും തൊട്ടികളൊക്കെ കോരിയെടുത്താൽ മതി. അപ്പോൾ വുജൂദ് ഹയവാനി മയ്യത്തിൻ ബിഹാ ഇനജ്ജിസുഹാ മിൻ യൗമിൻ വലൈല. നിങ്ങളൊരു ദിവസം കിണറിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അതിൽ ചത്ത ഒരു ജീവിയെ കാണുകയാണ്. എന്നാൽ അത് എത്ര ദിവസം മുമ്പ് നജസായിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാം. ഒരാഴ്ച മുമ്പതിലുള്ള നിസ്കാരം ഖളാക്കേണ്ടതുണ്ടോ? അപ്പോൾ വുജൂദ് ഹയവാനി മയ്യത്തിൻ ബിഹാ കിണറിൽ ചത്ത ഒരു ജീവി ഉണ്ടാവുന്നത് ഇനജ്ജിസുഹാ മിൻ യൗമിൻ വലൈല ഒരു ദിവസം മുതൽ മാത്രമാണ് അതിനെ നജസാക്കുന്നത്. ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി കണ്ടത് മുതൽ നോക്കണ്ട. മുൻതഫിഖിൻ ചത്ത് പൊന്തിയതാണ്, വീർത്തതാണ്. ഇൻതഫഖ ചത്ത് പൊന്തി വീർത്തിട്ടുണ്ട്. അങ്ങനത്തെ ജീവി നിങ്ങളെ ഒരു വെള്ളത്തിൽ കണ്ടാൽ മിൻ സലാസത്തി അയ്യാമിൻ വലയാലിഹ 3 ദിനവും രാത്രിയും മുമ്പാണ് അത് ആരംഭിച്ചതെന്ന് മനസ്സിലാക്കണം. എപ്പോഴാണതൊക്കെ കണക്കാക്കേണ്ടത്, എപ്പോഴാണത് വീണത് എന്ന് അറിയില്ലെങ്കിൽ ഇല്ലം യുഅലം വഖ്തു വുഖൂഇഹി എപ്പോഴാണത് ആ കിണറ്റിൽ വീണത് എന്ന് അറിയാത്ത കാലത്തോളം എന്ത് ചെയ്യണം? 3 ദിവസം മുമ്പ് വീണതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം വെള്ളം നജസാണ്. കാരണം ചത്ത് വീർക്കുമ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ വീണിക്കണമെന്നല്ല മനസ്സിലാക്കുന്നത്.
അപ്പോൾ ആ കാലഘട്ടത്തിലെ എല്ലാ നിസ്കാരങ്ങളും അതിൽ നിന്ന് വുളു എടുത്തിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടുന്നതാണ്. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഒരു വിശാലമായ പാടാണല്ലേ. ഇന്ന് പറഞ്ഞതിപ്പോൾ ഒരാ തഞ്ചുസുൽ ബിഉറു ബിൽ ബാരി, പശുവിൻ്റെയോ മോരിൻ്റെയോ പോത്തിൻ്റെയോ ഒന്നും കാഷ്ടം വെള്ളത്തിൽ വീണ് എഴുതിയിട്ട് എന്താവില്ല, നജസാവില്ല. നജസാകണമെങ്കിൽ ഒന്നിരിക്കൽ അതൊരു ധാരാളമുണ്ട് എന്ന് യസ്തക്സിറുഹുന്നാദറും നോക്കുന്ന ആൾ അതിന് വളരെ കസറത്തുണ്ട് എന്ന് മനസ്സിലാവണം. അല്ലെങ്കിൽ പിന്നെ കസറത്തൊന്നുമില്ല, ഏത് തൊട്ടെടുത്ത് മുക്കിയാൽ അതിലൊക്കെ ഓരോ കാഷ്ടമുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിലല്ലാതെ വെള്ളത്തിൽ, കുറഞ്ഞ വെള്ളത്തിൽ ബക്കറ്റിലോ മറ്റോ ആട്ടും കാഷ്ടോ കോഴി എന്തില്ല ആകുന്നതിൽ കുഴപ്പം ഇല്ല. ആ തഗയ്യുറുണ്ടാകുമ്പോൾ നമ്മൾ പ്രശ്നം പറഞ്ഞില്ലേ. നമ്മൾ തുടക്കത്തിൽ തഗയ്യുറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ അല്ല, വുളൂവിന് പറ്റുന്നത് നജസായതുകൊണ്ട് നജസല്ലാത്തതുകൊണ്ട് പറ്റുക, അതല്ലേ ചർച്ച. നമ്മൾ നജസാണെങ്കിൽ പറ്റൂല, നജസല്ലെങ്കിൽ പറ്റൂ, അതല്ലേ ചർച്ച. ഈ മക്രൂഹായ വെള്ളം എന്ന് പറഞ്ഞാൽ പൂച്ച കുടിച്ച വെള്ളം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ ആവർത്തിച്ചു മക്രൂഹായ വെള്ളം. പൂച്ച കുടിച്ച വെള്ളത്തിന് മാത്രമാണ് മക്രൂഹ്. ആ പൂച്ച നല്ല കോഴി അങ്ങനെയൊക്കെയുള്ള, അതായത് വായിലൊക്കെ എപ്പോഴും നജസാകാൻ സാധ്യതയുള്ള ജീവി, എലിയൊക്കെ ഇതിൽ പെട്ടു. പിന്നെ അവിടെ ആർക്കും ഓർമ്മ ഉള്ളത് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഒലായൊരു ഔസാഫിന് പകർച്ചയായ വെള്ളം ജാമിദ് കൊണ്ട് നജസ് കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ ആ രണ്ട് വിശേഷണങ്ങള് ഉള്ളതും മൂന്ന് വിശേഷണങ്ങളുള്ളതും. അതെ. മക്രൂഹിന് ഇസ്തിമാലു സൂറുൽ ഹിറത്തി, മറ്റത് സൂറു ദജാജത്ത്, അല്ലാത്ത സൂറു നജസിൻ യാജൂദ് ഇസ്തിമാലുഹു വഹുവ മാ ശരിബ മിന്നുൽ കൽബു അബിൽ ഖിൻസീറു ഔ ഷൈഉ മിൻ സിബായിൽ ബഹായിമി കൽ ഫഹദി വദ്ദിബി എന്നാണ് അവിടെ പറഞ്ഞത്. സൂറ് നജസാകുന്നത് നായ കുടിച്ചത്, അല്ലെങ്കിൽ പന്നി കുടിച്ചത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സിബാൽ ബഹായിം. ഇവിടുത്തെ അർത്ഥം എന്താ? ഇവിടെ കുടിച്ചതല്ല വിഷയം, വീണതാണ് വിഷയം അല്ലേ? ഈ കിണറ്റിലെ വെള്ളം നജസാവില്ല എന്ന് പറയുന്നത് കുറഞ്ഞ വെള്ളമാകുമ്പം എന്നർത്ഥമൊന്നുമില്ലല്ലോ, അവിടെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അധികരിച്ച വെള്ളം നജസാകുന്നത് എപ്പോഴാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്? ഐബാറത്തുനിന്ന് വായിക്കി. അധികരിച്ച വെള്ളം നജസാകുന്നതിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്? നിങ്ങളൊന്നുണ്ടായിരുന്നോ? ആ, അധികരിച്ച വെള്ളം
നജസാകുന്നതിൻ്റെ ആ ഇബാറത്തുനിന്ന് വായിച്ചാണ്. ഞാനത് ഇങ്ങോട്ട് നോക്കിയിട്ട് കാണുന്നില്ല. എങ്ങനെ? ആ അതെ അതെ അതെ. ആ ആ ആ എത്ര പേജ് നമ്പർ ആവാനേ? 14. കുറഞ്ഞതിനെ കുറിച്ചല്ലേ നമ്മളെ ചർച്ച? കുറഞ്ഞതിനെ കുറിച്ചല്ലേ? ആ അതെ അതെ. അസിലും അസിൽ അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അധികരിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതെങ്ങനെയാലും നജസാകണം എന്നുണ്ടെങ്കിൽ മാനദണ്ഡം എന്തായിരുന്നു? പകർച്ച വരിക എന്നുള്ളതല്ലേ? അത് കുറഞ്ഞ വെള്ളം. ആ അതെ അതെ അതെ. അധികരിച്ച വെള്ളം ആവുമ്പോൾ പകർച്ചല്ലേ പറഞ്ഞത്? ആ അവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ കിണറ്റിലെ വെള്ളമൊക്കെ ഇപ്പൊ 2 കൊല്ലം അല്ല, ഈ കുറഞ്ഞ വെള്ളമാണോ കൂടുതൽ വെള്ളമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവരിപ്പോ കിണറിൽ വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ സഫീറത്ത് എന്ന് പറഞ്ഞിരിക്കണല്ലേ? ഓക്കെ. ആ ഞാൻ തന്നെ ഈ വാർത്ത വായിച്ചിരിക്കണല്ലോ. ശരിയാണ്. അപ്പോൾ സഫീറത്തിനെ കുറിച്ചാണ് പറയുന്നത്. സഫീറത്തിൽ തന്നെ 20 കോരാൻ കഴിയാത്തത്ര അളവ് എന്നുള്ള മാനദണ്ഡമൊക്കെ പറയുന്നുണ്ടല്ലേ അവര്? കുറേ ഉണ്ടാവുമായിരിക്കുമല്ലേ? ആ അങ്ങനെയാ മനസ്സിലാവുന്നത്. കാരണം 10 മുഴത്തിൽ 10 മുഴല്ലേ ഒക്കെ പാടെ കോരാൻ ചിലപ്പോൾ കഴിയണമെന്നില്ലല്ലോ. അതെ. തുൻസഹുൽ ബിയൂർ എങ്ങനെ? ഈ നമ്മളിതിപ്പോ 1.25 മുഴം വീതി, 1.25 നീളവും 1.25 ആഴം എന്നല്ലേ പറയല്? അതിപ്പോ ഒരു 200 ലിറ്റർ അല്ലേ പറയല് ജമീലെ? അല്ലേ? അപ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ. പിന്നെ കണക്കൂട്ടി നോക്കി എത്ര ഇപ്പം ഇതെന്നുള്ളത്. നിങ്ങളൊന്ന് നാളെ അളന്ന് വരി. ഒരു 10 മുഴം നീളവും 10 മുഴം ആഴമുള്ള ഒരു പാത്രം എടുത്തിട്ട് അളന്ന് വരി. എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. എനിക്കൊരു മാനദണ്ഡം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറയാതിരിക്കുകയാണ്. 10 മുഴം ഈ ഹനഫികളെ പള്ളികളിലെ ഇത് കണ്ടില്ല നിങ്ങൾ? വലിയ ഹൗളായിരിക്കും. ഒരു വലിയൊരു ബഹറൈക്കാരം. ഒക്കെ കുറഞ്ഞ വെള്ളമുള്ള കിണറിനെ കുറിച്ചാണ് ചർച്ച. അത് നമുക്ക് ഏതായാലും തുടക്കത്തിൽ തന്നെ അസ്തഫീറത്ത് നിന്ന് മത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടേ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ സംശയം ഇപ്പം എന്തായിരുന്നു? ആ ആ ആ അല്ല, അവിടെ ഇല്ല പറഞ്ഞല്ലോ. ഇല്ലാ യസ്തക്സിറഹു നാദിറൂന്നാ ഒന്നാമത്തെ മാനദണ്ഡം. അല്ലെങ്കിൽ ഓരോ തൊട്ടി മുക്കുമ്പോഴും അതിലെന്ത് ചെയ്യുക? കാഷ്ടം വരിക. അത്രത്തോളം കൂടുതലാകാന്നല്ല, പകർച്ചയാകാന്നല്ല അതിൻ്റെ മാനദണ്ഡം പറഞ്ഞത്. ഇപ്പം നമുക്ക് ഇസ്തിസ്ന ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സമയത്തും അനുവദനീയാന്നല്ലേ മനസ്സിലാകുന്നത്.
ഈ ഷറഹിൽ ഞാൻ എന്തെങ്കിലും വിശദീകരണം കൊടുത്തോ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടുമില്ല കേട്ടോ. ഏതായാലും ഓരോ ജീവികൾക്ക് ഓരോ ഹുക്കുമാണ് വിലയിൽ. ഹദീസിൽ ഇങ്ങനെ ഓരോ മൃഗങ്ങളെ കുറിച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സൽമാൻ കുൽ തആമ വ ശറാ കുല്ലു തആമിൻ വ ശറാബിൻ വഖഅത ഫീഹി ദാബ. സൽമാനെ, ഏത് ജീവി വീണ വെള്ളവും പാനീയവും ലൈസ ലഹാ ദമുൻ രക്തല്ലെങ്കിൽ ഫമാതത ഫീഹി മരിച്ചാൽ ഓ ഹലാലുൻ അക്ലുഹു വ ശുർബുഹു വളുഹു എന്ന ഹദീസിൻ്റെ ആരും റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതാണ് അതിന് പ്രത്യേകത കാരണം. ഏതായാലും പക്ഷികളൊക്കെ ഇങ്ങനെ ഈ പള്ളികളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, പ്രാവുകളൊക്കെ. അപ്പോൾ നമ്മളെ മതബിൽ നജസ്സാണ്, അത് അഫു ഉണ്ട് എന്നാണ് പറയല്. അതുകൊണ്ട് ബലാഗ് ആമായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തു, അഫു ഉണ്ട് ആ രീതിയിലല്ല പറഞ്ഞത്, നജസ്സല്ല എന്നോട് വെച്ചാൽ പോരെ. ഇത് അഫു ഉണ്ട് എന്ന് പറയാൻ നിൽക്കണ്, നജസ്സല്ല എന്നാണ് പറഞ്ഞാൽ പോരെ. നജസ് ആക്കിയായിട്ട് അഫു ചെയ്യണ്ടല്ലോ. ആ രീതിയാണ് ഇവർ പോകുന്നത്. ഇനി ഇസ്തിഞ്ചാവിൻ്റെ പാടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാടത്തിൽ ശ്രദ്ധിക്കാം. അവൻ ഒന്നുകൂടെയൊക്കെ നോക്കി ആദ്യം മുതൽ നിന്ന് എടുത്തിട്ട് കേട്ടോ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.